ഹലോ വേദ, സുഖമല്ലേ? ആ, എന്താ ഈ സമയത്ത് ദർശൻ? ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വിളിച്ചതാന്ന് ഇങ്ങനെ പറയുവേ. ആ, ചിട്ടിക്കുറിക്ക് തട്ടിപ്പ് കേസില്ലേ? അതിൻ്റെ ഓണർ KP ചന്ദ്രൻ കീഴടങ്ങിയിട്ടുണ്ട്. കേസിന് പോകാതെ ഔട്ട് ഓഫ് കോർട്ട് പണം സെറ്റിൽ ചെയ്യാൻ അയാൾ സമ്മതിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുവാണേ. നമുക്കതല്ലേ നല്ലത്. ആയിക്കോട്ടെ. ഇപ്പം എന്താ വിനയേട്ടൻ ചെയ്യേണ്ടത്? അപ്പം നമ്മുടെ ദർശൻ പറയും നാളെ രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറയാൻ പറയുവേ. ആ, ശരി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വേദ. എന്താണെങ്കിലും വിനായകൻ രാവിലെ പത്രം വായിക്കുമ്പോഴത്തേക്കും നമ്മുടെ വേദ വന്ന് ഈ ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ശരിയാണോ വേദേ? പിന്നെ ശരിയല്ലാതെ ഞാൻ നുണ പറയുമോ രാവിലെ തന്നെ വന്ന് ഈ കാര്യം എന്നെങ്ങനെ വേദ വിനായകൻ്റെ അടുത്ത് ചോദിക്കുവാണേ. അയാൾ സറണ്ടർ ചെയ്തിട്ടുണ്ട് പോലീസിൽ. കോടതിക്ക് വെളിയിൽ വെച്ചിട്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കോടതിയിലൊക്കെ പോയെന്നാൽ എത്ര വർഷമാകും സെറ്റിൽമെൻ്റ് ആവാൻ? ഇത് നല്ലതല്ലേ വേദേ? അത് ശരിയാണ്. അല്ലറ ചില്ലറ വിട്ടുവീഴ്ചകൾ വന്നാലും കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വിനായകൻ പറയുന്നുണ്ടേ. കൃത്യം 11 മണിക്ക് തന്നെ പോലീസ് സ്റ്റേഷനിലെത്തണം. അപ്പോൾ വേദ വരുന്നില്ലേന്ന് ചോദിക്കേ. ഞാൻ എന്തിനാ വിനയേട്ടാ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ദർശൻ വരുമെന്നും പറയുന്നുണ്ട്. വേദേ, ദർശൻ വക്കീലിന് എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് ചോദിക്കേ. അന്നേരം വേദ പറയും എന്തെങ്കിലും അല്ല, നമ്മുടെ ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ദർശൻ വക്കീൽ അത്രയും കഷ്ടപ്പെട്ടതല്ലേ. അപ്പം ദർശൻ വക്കീലിനോട് ചോദിക്കണം എത്രയാണ്, ആ ഫീസ് അങ്ങ് കൊടുത്തേക്കണം, അത്രേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് വേദ പോകുവേ. എന്തിന് കാശ് കൊടുക്കുന്നത്, ആർക്ക് കാശ് കൊടുക്കുന്ന കാര്യമാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ നന്ദിനി അലറി വിളിച്ചുകൊണ്ട് വരികയാണ്. എടാ, ദൃശ്യം വിക്കലിന് പൈസ കൊടുക്കുന്ന കാര്യമാണ് എന്ന് പറയുകയാണ് നമ്മുടെ വിനായകൻ. എന്നിട്ടേക്ക് നിങ്ങളുടെ അടുത്ത് ഞാൻ ആദ്യം പറഞ്ഞ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും നിൽക്കല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദിനി ഒന്നും കേൾക്കാതെ ചാടിക്കടിച്ച് കയറുവാണ്. ഇതിപ്പോൾ കയ്യിൽ നിന്ന് കാശ് പോവുകയും ചെയ്ത് തിരിച്ച് കിട്ടുമോ എന്ന് ചോദിച്ചതിന് ഇപ്പോൾ ഫീസും കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദിനി ഇങ്ങനെ പറയുകയാണ്. അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാനായിട്ട് അവളൊന്നും ചെയ്യത്തില്ലെന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു. അവൾ വക്കീലിനെയും കൂടി വന്നപ്പോഴേ ഞാൻ വിചാരിച്ച എന്തെങ്കിലും കുഴപ്പം കാണിക്കുമെന്ന്. കഴിഞ്ഞോ നിനക്ക് സംസാരിക്കാനുള്ളത്? ഇല്ല, എനിക്കിനി വേദന അവളോടാണ് സംസാരിക്കാനുള്ളത്. ഉള്ള കാശ് പോയിരിക്കുന്ന സമയത്ത് വക്കീലിന് ഫീസും കൂടെ കൊടുക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ചോദിക്കണം. എടി പൊട്ടിക്കാളി, നമ്മുടെ കേസ് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ആ വക്കീൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ കേശവൻ സറണ്ടർ ചെയ്തു എന്ന്. ഇത്തിരി കാശ് നഷ്ടപ്പെട്ടെന്നാൽ നമുക്ക് കാലങ്ങളോളം കാശ് തപ്പിയിരിക്കേണ്ടി വരത്തില്ല. അത് ശരിയാക്കി തന്ന വകയിൽ ദർശൻ വക്കീലിന് ഫീസ് കൊടുക്കണം. അതാണ് വേദ പറഞ്ഞിട്ട് പോയത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും നന്ദിനിക്ക് ആകെപ്പാടെ ചമ്മലാവുവേ. ഓ, അതിന് ഫീസും കൊടുക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ. ഇനി അതിൽ നിന്ന് അവർ പിടിക്കുകയും ചെയ്യുമോ? ഈ കൊമ്പത്തെ വക്കീലന്മാർക്കൊക്കെ മുടിഞ്ഞ ഫീസായിരിക്കും, ഇനി അതിൽ ലക്ഷങ്ങൾ കൊടുക്കണമായിരിക്കും എന്നൊക്കെ പറയുകയാണ്. അത് തന്നെയല്ല, വേദ നല്ല രീതിയിൽ ഫീസ് മേടിച്ചോണമെന്ന് പറഞ്ഞും വെച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിന്നെ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിനായകൻ പോവുകയാണ്. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണം, ഞാനൊന്ന് കുളിക്കട്ടെ എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കും നിൽക്കുമെന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തുവാണ് വീണ്ടും. അതെ, എങ്ങോട്ടാ? ഞാനും വരുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിങ്ങളവിടെ പോയിട്ടേ വില പേശിയാലോ? അപ്പം പറയാനായിട്ട് ഒരാൾ വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിവിടെ നിൽക്കാൻ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞോട്ട് ഒരുങ്ങിയിട്ട് രണ്ടുപേരും കൂടെ പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന പോലീസ് സ്റ്റേഷൻ കേട്ടോ. ദർശനം ഇങ്ങോട്ടേക്ക് വരുവാണ്. നിങ്ങൾ വന്നിട്ട് കുറേ നേരം ആയോ എന്ന് ചോദിക്കുക. ഇപ്പോൾ വന്നേ ഉള്ളൂ എന്ന് പറയും കേട്ടോ. രാവിലെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ ലേറ്റ് ആയതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ വന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് പോവുകയാണ്. എന്നിട്ട് നമ്മുടെ ദർശൻ പോലീസുകാരനോട് ചോദിക്കുന്നുണ്ട് എന്തായി ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ. അന്നേരം പറഞ്ഞു കേശവൻ സറണ്ടർ ആയല്ലോ, SP ഓഫീസിലുണ്ട് അദ്ദേഹം എന്നിങ്ങനെ പറയുന്നുണ്ട്. പണവും സ്വർണ്ണമൊക്കെ തിരിച്ച് കിട്ടുകയും ചോദിക്കുമ്പം സ്വർണ്ണം എല്ലാം തിരിച്ച് കിട്ടി, അതൊക്കെ ലോക്കറിലുണ്ടായിരുന്നല്ലോ. അവർ പൈസ തിരിച്ചടയ്ക്കുമ്പോഴത്തേക്കും നമുക്കതൊക്കെ കൊടുക്കാം. ഇനി പണത്തിൻ്റെ കാര്യം, ചിട്ടിയുടെ കാര്യമാണ് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നത്. ആദ്യം ലേലം വിളിച്ചവരെല്ലാവരും കൂടെ പൈസ മേടിച്ചുകൊണ്ട് പോയല്ലോ, ഇനി ബാക്കി പൈസ അവർ അടയ്ക്കാനും ഉണ്ട്. അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്നിങ്ങനെ പോലീസുകാരൻ പറയുകയാണേ. ചില പേപ്പറുകളിലൊക്കെ സൈൻ ചെയ്യാനുണ്ട്. അവർ SP ഓഫീസിലോട്ട് അങ്ങോട്ട് ചെന്നാൽ മതി, അവിടുന്ന് റെഡിയാക്കും, സൈൻ ചെയ്യാമെന്ന് പറയുവേ. ഞാൻ പോകണമെന്ന് ചോദിക്കും ദർശൻ വക്കീൽ. അപ്പോഴേ വേണ്ട സാർ ഇവിടെ സൈൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ദർശൻ വക്കീലിനെ കൊണ്ട് സൈൻ മേടിക്കും കേട്ടോ. അതിനുശേഷം നമ്മുടെ പോലീസുകാരൻ പറയുവേ കുറി അടച്ച് പൈസ അടച്ചവർക്ക് എല്ലാവർക്കും കൂടെ ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് കൊടുത്തു തുടങ്ങി, ഇപ്പം കുറച്ച് ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയും കേട്ടോ. ഇവരുടെ കാര്യമാണ് പ്രശ്നം എന്ന് പറയുവേ. ഇവർക്ക് 6 ലക്ഷം കിട്ടില്ലെന്ന് പറയുവേ. കിട്ടില്ലെന്ന് ചോദിക്കും അപ്പം നന്ദിനിയെ. അന്നത്തേക്കിനും പറയും നിങ്ങൾ അത്രയും പൈസ അടച്ചിട്ടില്ലല്ലോ, അടച്ച പൈസയും നിങ്ങൾ എത്രയാണോ കിഴിവ് ചേർത്ത് അടച്ചിട്ടുള്ളത് ആ പൈസയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറയും കേട്ടോ. ഏകദേശം ഒരു 4.25 ലക്ഷം. അപ്പോഴത്തേക്കിനും നന്ദിനി ഇങ്ങനെ ചോദിക്കുവേ 1.25 ലക്ഷം പോയോ എന്ന് ചോദിക്കുവേ. അപ്പോൾ പോയി എന്നിങ്ങനെ പറയും കേട്ടോ.
ഇപ്പം നമ്മുടെ വിനായകൻ ചോദിക്കുന്നുണ്ട്, ആ ഇത്രയും കിട്ടുമല്ലോ സാറേ എന്ന് പറയും കേട്ടോ. അങ്ങനെ നിങ്ങളെന്നാൽ നാളെ SP ഓഫീസിലോട്ട് ചെന്നാൽ മതി എന്നൊക്കെ പറയുകയാണേ. എന്നിട്ട് ദർശൻ വക്കീൽ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും വിനായകൻ കൂടെ ചെല്ലും കേട്ടോ. എന്നിട്ട് ചെയ്യുന്നത്, സാറേ ഫീസ് എന്ന് പറയും കേട്ടോ. സാറ് ചെല്ലുമെന്ന് പറയുവേ. അല്ല, ഫീസ് കൊടുക്കണമെന്ന് വേദ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ദർശൻ വക്കീൽ പറയുകയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ വേദയോട് ചെന്ന് പറഞ്ഞേക്ക്, ഇനി ഇത്തരത്തിലുള്ള ഔപചാരികതയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കേസുകളുമായിട്ട് ഇനി എൻ്റെ അടുത്തേക്ക് വന്നേക്കല്ലെന്നൊക്കെ വേദൻ്റെ അടുത്ത് ചെന്ന് പറയാനൊക്കെ പറയുവേ. അപ്പോഴത്തേക്കിനും നന്ദിനി ഇങ്ങനെ പറയുവേ, പറഞ്ഞതിന് എന്താ അർത്ഥം? അയാൾക്ക് ഫീസ് വേണ്ടാന്ന് എങ്ങനെ പറഞ്ഞതെന്ന് ഇങ്ങനെ വിനായകൻ പറയേ. അതാണോ? അയാൾക്ക് ഇപ്പോഴും വേദയോടൊരു താല്പര്യമുണ്ട് എന്നല്ലേ പറഞ്ഞതിന് അർത്ഥം എന്നിങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ വിനായകൻ ഇങ്ങനെ നല്ല രീതിയിലൊന്ന് നോക്കും കേട്ടോ. നിൻ്റെ എല്ലാ കുശുമ്പും ഞാൻ സഹിക്കും, ഇമാതിരിയുള്ള അവീത വർത്തമാനം പറഞ്ഞിട്ട് എൻ്റെ അടുത്തിലോട്ട് വന്നാണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വിനായകൻ എന്നെ കൈ ചൂണ്ടി സംസാരിക്കുവേ. അന്ന് നടക്കടി SP ഓഫീസിലേക്ക് എന്നൊക്കെ പറയുകയാണ്. അന്ന് നമുക്കൊരു ഓട്ടോയ്ക്ക് പോവാം. ഓട്ടോയാ? വേണ്ട, നടക്കാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി പുറകെ പോകുമ്പോഴത്തേക്കിനും മനസ്സിൽ പറയുകയാണ് പണി പാളിപ്പോയിന്ന്. പിന്നീട് നമ്മുടെ വിക്രം ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുക കേട്ടോ. മുടിയൊക്കെ ചീപ്പുമാണ്. അപ്പോഴത്തേക്കിനും ഒരു ഫോൺ വരുവാണ് കേട്ടോ. ഞാനിതാ വരുന്നു എന്ന് പറയുകയാണേ. അന്നേരത്തേക്കും നമ്മുടെ വേദ അങ്ങോട്ടേക്ക് വരും കേട്ടോ. എങ്ങോട്ടാ മോനെ ഇത്ര വേഗത്തിൽ ഇറങ്ങുന്നത്? അടി കിട്ടി പഞ്ചറായ ബോഡിയൊക്കെ ഒന്ന് ശരിയായി വരുന്നതല്ലേ ഉള്ളൂ എന്നിങ്ങനെ വേദ പറയുവേ. അപ്പോഴത്തേക്കിനും അടുത്തത് മേടിക്കാൻ പോവാണോ എന്നിങ്ങനെ വേദ ചോദിക്കുവേ. അല്ല, കൊടുക്കാൻ പോവാന്നിങ്ങനെ പറയുവേ. എന്താന്ന് ചോദിക്കുവേ. അതൊരു മര്യാദകേടല്ലേ വിക്രമ? വലിയ വായിൽ പ്രതിജ്ഞകളൊക്കെ ചെയ്തിട്ട് ഇനി അത് തെറ്റിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുവേ. അപ്പോൾ വിക്രമൻ ചോദിക്കുക, എന്ത് പ്രതിജ്ഞ? അയ്യോ, മറന്നോ? സഹകരണ ബാങ്കിലെ കടം ഒറ്റയ്ക്ക് അങ്ങ് വീട്ടുവന്ന് പറഞ്ഞതൊക്കെ മറന്നുപോയോ എന്നിങ്ങനെ ചോദിക്കുവേ. നിങ്ങൾ ഈ ഗുണ്ടകൾക്ക് പഞ്ച് ഡയലോഗ് മാത്രം പറയാനേ അറിയുള്ളൂ, പ്രവർത്തിക്കാൻ അറിയില്ല. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കില്ലെന്ന്. അന്നേരം പറയും, ഗുണ്ട പിന്നെ ഗുണ്ടെന്നല്ലാതെ ചെണ്ടെന്ന് വിളിക്കാൻ പറ്റുമോ എന്നിങ്ങനെ വേദ ചോദിക്കുകയാണേ. അത് മറന്നുപോയല്ലോ, പോലീസിൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി ഈ ഇപ്പോൾ ചെണ്ടപ്പരുവായിട്ടുണ്ടാവുമല്ലോ എന്നിങ്ങനെ പറയുകയാണേ. കിട്ടിയതിനൊക്കെ ഞാൻ കൊടുത്തിട്ട് കൊണ്ടുവന്നു ഇങ്ങനെ വലിയ വാക്കിൽ പറയേ. അന്നേരം നമ്മുടെ വേദ ഇങ്ങനെ മുഖം ധരിച്ചിട്ട്, എന്തൊരഭിമാനം, തൻ്റെ ഇടമൊക്കെ വീട്ടിൽ കാണിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുവേ. ശ്രീകാര്യം ശ്രീനിവാസിന് കൊടുത്ത വാക്ക് പാലിക്കുന്നത് പോലെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് എന്താ പാലിക്കാത്തത് എന്നിങ്ങനെ ചോദിക്കുവേ. അത് പാലിക്കണമെങ്കിൽ പണിക്ക് പോകണമല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിക്കുവേ വേദ. നിങ്ങൾ ഗുണ്ടകൾക്ക് അടി, ഇടി, കുത്തുവാരൽ, ചെളിപ്പൂണ്ട് മറിയൽ, നിങ്ങൾക്ക് അതൊക്കെയല്ലേ വശമുള്ളൂ എന്നിങ്ങനെ വേദ ചോദിക്കുവേ. വഴിയിൽ നിന്ന് മാറടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രം പോകാനായിട്ട് ഒരുങ്ങുവാണേ. അപ്പോഴത്തേക്കിന് ഇല്ല, വിടത്തില്ല. എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറ, അത് പറഞ്ഞിട്ടേ വിടത്തുള്ളൂ എന്നിങ്ങനെ പറയേ. അന്നേരത്തേക്ക് നമ്മുടെ വിക്രം പറയും, നിൻ്റെ അച്ഛനെ ഒരു കല്യാണം കഴിപ്പിക്കാനാണ്. അയ്യോ, അപ്പോൾ എൻ്റെ അമ്മ അതിന് സമ്മതിക്കത്തില്ലല്ലോ എന്നിങ്ങനെ വേദ പറയുകയാണേ. ഈ മൂന്നാൻ്റെ പണി ചെയ്യുന്നുണ്ടെങ്കിലേ ഈ വേഷം നല്ലതല്ല. ഒരു ഷർട്ടും മുണ്ടും പിന്നെ സുന്ദരന്മാരുടെയും സുന്ദരികളുടെയും ഫോട്ടോ വെച്ച ഒരു പേഴ്സും ഇത്രയും വേണം. ഈ ഫ്രോഡ് ലുക്കൊന്ന് മാറിക്കിട്ടാൻ നെറ്റിയിലൊരു ചന്ദനക്കുറി തൊടാം എന്നിങ്ങനെ പറയുന്നുണ്ടേ. എടി, നീ എന്തെന്നെ വിളിച്ച ഫ്രോഡെന്നോ? താലി വെട്ടിക്കൊണ്ടുവന്ന ഒരു കുട്ടിയുടെ അച്ഛനെ വേറെ കല്യാണം കഴിപ്പിക്കാൻ പോകുന്ന, അതും അമ്മ ഇരിക്കുമ്പോൾ വേറെ കല്യാണം കഴിപ്പിക്കാൻ പോകുന്ന ആളിന് ഞാൻ പിന്നെ എന്താ വിളിക്കേണ്ടേ? ഫ്രോഡെന്നല്ലാതെ വിക്രു എന്നിങ്ങനെ ചോദിക്കുവാണേ. ഇത്തിരി പവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വേറൊരു വേർഡും കൂടെ കൂടിച്ചേർക്കാം, ഗജ എന്നും കൂടെ കൂടിച്ചേർത്താലോ, ഗജ ഫ്രോഡ്. മാറടി അവിടെ നിന്നും പറഞ്ഞിട്ട് വീണ്ടും വിക്രം അങ്ങനെ പോകാനായിട്ട് ഇങ്ങനെ ഗീ എടുക്കാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കും നമ്മൾ ചാടിക്കേറി വേദ ആക്കി അങ്ങ് കയ്യിലെടുക്കുവേ. വിക്രു പിണങ്ങണ്ട, കണ്ടാലൊരു ലുക്കൊക്കെ ഉണ്ടെങ്കിലും മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഫ്രോഡാണെന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചാവി പുറകിലിങ്ങനെ എടുത്ത് പിടിക്കുക കയ്യിൽ. പിണങ്ങാനോ? നിന്നോടോ? ചിപ്പു, നീ ആരാന്നാടി നിൻ്റെ വിചാരം? ഞാൻ ആരാണെന്നോ? അത് വൈകാതെ വിക്രു മനസ്സിലായിക്കോളും എന്നിങ്ങനെ പറയുവേ. താക്കോലിങ്ങിതാ, അത് തരില്ല എന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുവേ. നിന്നോട് താക്കോല് തരാനാ പറഞ്ഞത് എന്നിങ്ങനെ പറയുവേ. തരില്ല എന്നല്ലേ പറഞ്ഞത് എന്നിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് നമ്മുടെ വേദയാണെങ്കിൽ താക്കോലും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിക്കുവാണ്. അപ്പോൾ നമ്മുടെ വിക്രം അത് മേടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വേദനെ പൂട്ടി പിടിക്കുന്നൊക്കെ ഉണ്ട്. എന്താണെങ്കിലും ലാസ്റ്റ് നമ്മുടെ വേദയുടെ കയ്യിൽ നിന്ന് അറിയാതെ തന്നെ ആ താക്കോല് വിക്രം കയ്യിൽ മേടിച്ചെടുക്കുവേ. ഒരുപാട് ഇത്തിരി സന്തോഷമൊക്കെ ആവുന്നുണ്ട്. ഒരു പ്രേമഭാവമൊക്കെ നമ്മുടെ വേദയുടെ മുഖത്ത് വന്നിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ബൈക്ക് എടുത്തുകൊണ്ട് വിക്രം വെളിയിലോട്ട് പോവുകയാണേ. എന്നിട്ടേക്ക് നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് വരുവേ. എന്നിട്ട് മുറ്റത്തൊരാൾ നിൽക്കുന്നുണ്ട്. അവരോട് ചോദിക്കുവേ, എന്താ സഖാവേ ഇത്ര അടിയന്തരമായിട്ട് എന്നിങ്ങനെ ചോദിക്കുവേ. സാറ് കാത്തിരിക്കുന്നുണ്ട്, വിക്രം വാന്നും പറഞ്ഞുകൊണ്ടാണ് കൂട്ടിയിട്ട് പോകുന്നത്.
ആ നീ എത്തിയോ എന്നിങ്ങനെ ശ്രീനിവാസൻ ചോദിക്കേ. ആ വാ ഇരിക്കുക എന്നിങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പം നമ്മുടെ വിക്രം ഇരിക്കാതൊക്കെ അടുത്തുള്ള ആളോട് ഇങ്ങനെ തല ഉയർത്തിയിട്ട് ചോദിക്കുക എന്താന്നിങ്ങനെ. മറ്റാരും വല്ല വന്നത് വിക്രത്തിൻ്റെ ഫ്രണ്ട്സാണ്. അവരെ ഞാൻ വിളിച്ചു വരുത്തിയതാണെന്നിങ്ങനെ ശ്രീനിവാസൻ പറയുവേ. ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവരും കൂടെ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നിയെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം അവരെയൊക്കെ നോക്കുന്നുണ്ടേ. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത് സാമൂഹ്യ ക്ഷേമ പ്രവർത്തനം മാത്രമാണോ എന്ന് ചോദിച്ചെന്നു അല്ല എന്നാണ് എൻ്റെ ഉത്തരം എന്നിങ്ങനെ ശ്രീനിവാസൻ സാർ പറയുവേ. ആദ്യകാലത്തുള്ള രാഷ്ട്രീയം ഞാൻ ചെയ്യുന്നതിനുള്ള മറ തന്നെയായിരുന്നു എനിക്ക്. രാഷ്ട്രീയം ഒരു മറയാക്കി മറ്റനേകം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മറയുണ്ടെന്ന് എനിക്കിതിലേക്ക് വന്നപ്പോഴാണ് പിന്നീട് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ആദ്യകാലത്തൊക്കെ എന്ത് തോന്നിയാസം ചെയ്യാനും എനിക്കൊരു മടിയുണ്ടായിരുന്നില്ല. കായിക ബലം കൊണ്ടും ആയുധമുറ കൊണ്ടും തന്നെയാണ് ശ്രീനിവാസൻ ഇന്ന് ഈ ലെവൽ വരെ എത്തിയത്. എൻ്റെ അച്ഛൻ ശ്രീകാര്യം ഭാസ്കരൻ ഒരു ലൈബ്രറി ഉദ്യോഗസ്ഥനായിരുന്നു. ഞാൻ ധാരാളം വായിക്കണമെന്നും പഠിച്ച് വലിയ ആളാവണമെന്നും അദ്ദേഹം വിചാരിച്ചിരുന്നു. വായന ഇഷ്ടമേ അല്ലായിരുന്നു എന്നെ അച്ഛൻ നിർബന്ധിച്ച് വായിപ്പിക്കുമായിരുന്നു. അക്കൂട്ടത്തിൽ എനിക്ക് ചോരയും കുറ്റാന്വേഷണ കഥകളും അങ്ങനെയുള്ള കഥകളൊക്കെയായിരുന്നു എനിക്കിഷ്ടം. അച്ഛനത് ഇഷ്ടമല്ലെങ്കിലും ഞാൻ തുടർച്ചയായിട്ട് അത് തന്നെ വായിച്ചുകൊണ്ടിരുന്നു. വലിയ അധോലോക രാജാക്കന്മാരുടെ കിടിലം കൊള്ളിക്കുന്ന വാർത്തകളൊക്കെ എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. പരമദരിദ്രവാസിയായിട്ട് ജനിച്ച എനിക്ക് അച്ഛൻ പറഞ്ഞു തരുന്ന നല്ല വഴികളല്ല ഞാൻ കണ്ടെത്തുന്ന ഊടുവഴികളാണ് ലക്ഷ്യത്തിലെത്താൻ പറ്റുന്നത് എന്ന് എനിക്ക് തോന്നി എന്നിങ്ങനെ ശ്രീനിവാസൻ പറയുവേ. അതിൽ ഞാൻ വിജയം കൊള്ളുകയും ചെയ്തു. അച്ഛൻ എനിക്ക് കൊണ്ടുവന്ന നല്ല പുസ്തകങ്ങളിൽ നിന്ന് ഒന്നും ഉൾക്കൊള്ളാൻ എനിക്കായില്ല. ആ പുസ്തകങ്ങളിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. 2-ാം ഊഴത്തിലെ ഒരു വാക്യം, ശത്രുക്കളോട് ദയ കാട്ടരുത്, ദയയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന അവർ അജയ്യനായി മാറും. മൃഗത്തെ വിട്ടുകളയാം, പക്ഷേ മനുഷ്യന് രണ്ടാമതൊരവസരം കൊടുക്കരുത് എന്നിങ്ങനെ ശ്രീനിവാസൻ സാർ പറയുകയാണേ. ആർക്കും ഒരു ദയം കൊടുക്കാതെ പടവിട്ട് നേടിയതുകൊണ്ടാവാം ഞാൻ ഉണ്ടാക്കിയതൊന്നും അനുഭവിക്കാൻ അച്ഛൻ നിന്നില്ല. ശ്രീനിവാസൻ്റെ പേര് അധോലോകത്തിൽ മുഴങ്ങിയപ്പോൾ അച്ഛൻ വീട് വിട്ട് സേവാസദനത്തിൽ പോയി. മരണം വരെ ഒറ്റമുണ്ടും ഒറ്റത്തോർത്തും ഉപയോഗിച്ച് അവിടുത്തെ അന്തേവാസിയായിട്ട് ജീവിച്ചു. മരിച്ചാൽ ശരീരം ഞാൻ കാണാൻ ചെല്ലരുത് എന്നുള്ളതായിരുന്നു അവസാനത്തെ വാക്കും. ജീവിതത്തിൽ അദ്ദേഹം ഇഷ്ടപ്പെട്ട മകനായി മാറാൻ സാധിക്കാത്ത എനിക്ക് മരണത്തിൽ അതാവേണ്ട കാര്യമില്ലല്ലോ. പോയി കണ്ടു. പക്ഷേ അച്ഛൻ്റെ സേവാസദനത്തിലെ മാസ്റ്റർക്ക് എന്നെ അറിയാവുന്നതുകൊണ്ട്, അച്ഛൻ്റെ അന്ത്യാഭിലാഷവും അറിയാവുന്നതുകൊണ്ട് ചിതയ്ക്ക് തീ കൊളുത്താൻ എന്നെ സമ്മതിച്ചില്ല. അച്ഛനെ ഓർത്തു കഴിഞ്ഞെന്നാൽ ഏതൊരു നിമിഷത്തിൽ ആ ഒരു മുഹൂർത്തത്തിൽ മാത്രമാണ് എൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീര് വീണത്. അച്ഛനിൽ ഒരു ബന്ധവുമില്ലാത്ത ആരോ ഒരാൾ ആ ചിതയ്ക്ക് തിരിവെക്കുന്നത് കണ്ടപ്പോൾ. ഇത്രയും ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ? എൻ്റെ അച്ഛൻ എന്നെ ശപിച്ച് ജീവിച്ചതുപോലെ നിൻ്റെ അച്ഛൻ നിന്നെ ശപിച്ച് ജീവിക്കരുത്. അത് അച്ഛൻ്റെ സ്വഭാവം എന്നിങ്ങനെ പറയുവേ. അന്നേരത്തേക്കിനും ശ്രീനിവാസൻ സാറ് കൈ കാണിക്കും കേട്ടോ. കൂടുതലൊന്നും പറയണ്ട പറഞ്ഞിട്ട് പീപ്പിൾ പ്രോഗ്രസീവ് പാർട്ടിക്ക് വിക്രം വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ്. അതിനേക്കാൾ പ്രധാനമാണ് എനിക്ക് നീ. പക്ഷേ അതൊന്നും നിൻ്റെ ജീവിതത്തെ ബാധിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ടേ. അതുകൊണ്ട് നിനക്ക് പോകാം എന്നിങ്ങനെ കൈയെടുത്ത് കാണിച്ചിട്ട് ശ്രീനിവാസൻ സാർ പറയുകയാണേ. അപ്പോഴത്തേക്കിനും നമ്മുടെ വിക്രമൻ സാർ എന്ന് പറഞ്ഞിട്ട് കരയുന്ന പോലെ ആകുന്നുണ്ടേ. ഇനി മുതൽ ശ്രീനിവാസൻ്റെ വലത് കൈയെന്നോ ഗുണ്ട എന്നോ ഉള്ള പേര് നിനക്കുണ്ടാവരുത് എന്ന് പറയുകയാണേ. അത് നിൻ്റെ കൂട്ടുകാർക്ക് കൂടി ബോധ്യപ്പെടാനാ ഇവരോട് കൂടി ഞാൻ വരാൻ പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണേ. സാർ എന്തൊക്കെയാണ് പറയുന്നത്? ജീവിതത്തിൽ എനിക്ക് ആരോടെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ അത് സാറിനോട് മാത്രമാണ്. അത് സാറിനും അറിയാമെന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രീനിവാസൻ സാറ് ഇങ്ങനെ കൈ മേലെ ഉയർത്തുവേ. ചെല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രമനെ മുഖം പോലും നോക്കാതെ നമ്മുടെ ശ്രീനിവാസൻ സാറ് മേലോട്ട് കയറി പോവുകയാണേ. പിന്നീട് നമ്മുടെ നന്ദിനിയും അതുപോലെ വിനായകനും പൈസയൊക്കെ മേടിച്ചിട്ട് ഓട്ടോയിൽ വന്നിറങ്ങുകയാണ്. അപ്പോൾ ഓടിക്കയറി പോകുമ്പോഴത്തേക്കിനും നമ്മുടെ നന്ദിനിയും പറയുന്നുണ്ട്, അതെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതുപോലെ തന്നെ പറയണമെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ വിനായകൻ ഇങ്ങനെ അടുക്കളയിലോട്ട് കയറി വരുമ്പോഴത്തേക്കിനും അമ്മ ഇരുന്ന് അരിയിലെ കല്ല് മുഴുവൻ പറക്കുവാണ്. അപ്പോൾ ശ്രീചേട്ടത്തി അടുക്കളയിൽ പാകവും ചെയ്യുന്നുണ്ട്, വേദയും ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എന്താ അമ്മേ ഭയങ്കര തിരക്കിലാണല്ലോ എന്ന് പറയാം. അതെ റേഷൻ കടയിൽ നിന്ന് അരി മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്രാവശ്യത്തിൽ ഭയങ്കര കല്ലാന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. വിശ്വേട്ടൻ എന്ത് ചെയ്യുന്നു ചോദിക്കുകയെ, വിശ്വം എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കും കേട്ടോ. അവൻ അവിടെ എങ്ങാനും കാണും എന്ന് പറയേ. വിളിക്കണം, ഒരു കാര്യം എല്ലാവരോടുമായിട്ട് സംസാരിക്കാനുണ്ടെന്നൊക്കെ ഇങ്ങനെ വിനായകൻ പറയുകയാണേ. എന്നിട്ടിങ്ങനെ ഞാനിവിടെ ഉണ്ടടാ എന്താ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുവേ. നേരത്തേക്കിന് നമ്മുടെ വിനായകൻ പറയുവേ,
സഹകരണ ബാങ്കിലെ കുടിശ്ശികയുടെ കാര്യം എല്ലാവർക്കും അറിയാലോ. എൻ്റെ വിഹിതം തരാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നല്ലോ അല്ലേ? അത് ഒറ്റയ്ക്ക് അടയ്ക്കാമെന്ന് വിക്രം വലിയ വീമ്പിളക്കെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് എനിക്കറിയാമെന്ന് പറയുകയാണേ. അപ്പോൾ നമ്മുടെ വിഷയം ചോദിക്കുവാണേ, അത് നീ ഒറ്റയ്ക്ക് അടയ്ക്കാൻ പോവുകയാണോ? നല്ല കാര്യം എന്നിങ്ങനെ പറയുവാണേ. അയ്യടാ, അങ്ങനെ എല്ലാവരും കൂടിയേ എൻ്റെ കാശ് മാത്രം വെച്ചുകൊണ്ട് ആധാരം എടുത്ത് സന്തോഷിക്കേണ്ട എന്നിങ്ങനെ പറയുകയാണേ. ഇതാ എൻ്റെ വിഹിതം എന്ന് പറഞ്ഞിട്ട് പൈസ എടുത്തിട്ട് പറയുകയാണേ, ചിട്ടിപ്പൈസയിൽ നിന്ന് കിട്ടിയതിൻ്റെ 1/3 ഭാഗം, 4.25 ലക്ഷത്തിൻ്റെ 1/3 ഭാഗം എന്നും പറഞ്ഞുകൊണ്ട് പൈസ എടുത്ത് വെക്കുവാണേ. അപ്പോൾ അമ്മ ഇങ്ങനെ ഞെട്ടുവാണ് കേട്ടോ. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെയാണ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക്